നമസ്കാരം, ഞാൻ നിങ്ങളുടെ രവീന്ദ്രനാശാൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മണിത്തക്കാളി എന്ന അത്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ദക്ഷിണ ഏഷ്യൻ സ്വദേശിയാണ്. ലോകത്ത് എല്ലായിടത്തും ആയി ഇത് കാണപ്പെടുന്നുണ്ട്. ഏകദേശം 2000-ഓളം സ്പീഷീസുകളുണ്ട്. ഭാരതത്തിലുടനീളം തന്നെ കാണപ്പെടുന്നുണ്ട്. ഇത് കായ്ക്കുമ്പോൾ പച്ച നിറത്തിൽ കാണപ്പെടും. പിന്നീട് നല്ല കറുത്ത നിറമായി പഴുക്കുമ്പോൾ കറുത്ത നിറമായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള മണിത്തക്കാളിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2000-ഓളം സ്പീഷീസുകളുണ്ട്. ഇതിൽ ഈ മണിത്തക്കാളിയിൽ നിന്ന് ഏകദേശം 180-ഓളം രാസസംയുക്തങ്ങളെ വേർപെടുത്തിയെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റീറോയിഡ് സാപ്പോണിൻസ് എന്ന് പറയുന്ന ഒരു രാസഘടകമാണ്. അത് വിവിധങ്ങളായ അനേക രോഗങ്ങൾ ചികിത്സിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ആൻറ്റി ട്യൂമർ സ്വഭാവമുള്ളതാണ്, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. ട്യൂമറിനെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമായി മണിത്തക്കാളിയെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇലക്കറിയായി ധാരാളമായിട്ട് തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്ന നല്ലതാണ്. ഇതിന് അല്പം വിഷസ്വഭാവമുണ്ട്. ഇത് വളർന്നു വരുംതോറും വിഷസ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. മാത്രവുമല്ല, ഇതിൻ്റെ കായിൽ ഏകദേശം 4.5 ഗ്രാം 5% വിഷാംശമുണ്ട്. പഴുക്കുമ്പോൾ അത് 0.2 മാറും. അതൊരു പഴുത്ത നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഔഷധ സസ്യങ്ങളെ നിർബാധം നശിപ്പിച്ച് കളയുന്നൊരു പ്രവണതയുണ്ട്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായ സിദ്ധവൈദ്യം, മർമ്മവൈദ്യം, ആയുർവേദം തുടങ്ങിയതിൽ ഏറ്റവും ഈ സസ്യങ്ങളെല്ലാം വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നശിപ്പിച്ച് കളയരുത്. ഇവയൊക്കെ നട്ടു വളർത്തി പരിപാലിക്കേണ്ടതാണ്. ഇത് വളരെയധികം ഗുണങ്ങളുണ്ട്. ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഔഷധ സസ്യങ്ങളെയെല്ലാം സംരക്ഷിക്കണം. എൻ്റെ ഈ ലഘു പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.